അപ്പോൾ എന്തായാലും നിങ്ങളുടെ പാട്ടിൽ നിങ്ങൾ രണ്ടുപേരും ബ്രില്യൻ്റ് ആണെന്നുള്ളത് നിങ്ങളുടെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഗുരുനാഥന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇനി ഗെയിമിൽ നിങ്ങൾ ബ്രില്യൻ്റ് ആണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നതായിരിക്കും. അതായത് ചേച്ചി പേടിച്ചു പോയി. അതായത് സംഗീതമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ ബ്രില്യൻ്റ് ആണെന്ന് സമ്മതിക്കും. പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലോകത്ത് എവിടെ വേണമെങ്കിലും പോയിട്ട് ഗെയിം കളിക്കാം. ഓക്കെ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കടലാണ് സംഗീതം, കടലാണ്. അതെ, സംഗീത കടലാണ്. പറയല്ലേ, കുറച്ചൊക്കെ അറിയൂ. അതെ അതെ അതെ, കുറച്ചൊരു അറിവിൽ വെച്ച് നമുക്ക് നോക്കാം പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കുറച്ച് പ്രോപ്പർട്ടീസ് വരും, അത് വന്നു കഴിയുമ്പോൾ ഞാൻ അതിന് എങ്ങനെയാണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഓക്കെ? റെഡി? യെസ്. ഓക്കെ, അപ്പോൾ പേടിയൊന്നും ഇല്ലല്ലോ, നമുക്ക് ഗെയിം തുടങ്ങിയാലോ? ഇല്ലാതില്ല, ചെറിയൊരു പേടി ഇല്ലാതില്ല. പക്ഷേ പേടിക്കാതെ കളിച്ചു കഴിഞ്ഞാൽ സമ്മാനം കിട്ടും. പേടിച്ച് തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നും തെറ്റുമ്പോൾ ഓരോ ഭക്ഷണ സാധനം എടുത്ത് കഴിക്കണം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഇത്. ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരുപാട് ഇന്റർവ്യൂസിന് പോയിട്ടുണ്ട് ഇങ്ങനെ പാവം. പക്ഷെ ഇത് ഈ ഗെയിം കഴിയുമ്പോൾ ചേച്ചി ഭയങ്കര ഇഷ്ടപ്പെടും. ശരി, എന്നെയല്ല, ഈ ഗെയിം ഇഷ്ടപ്പെടും. പിന്നെ ഏത് ഇന്റർവ്യൂ ചെന്നാലും ഈ ഗെയിം പോരട്ടെ എന്ന് പറയും. ഓക്കെ? സോ 3 മ്യൂസിക് ഡയറക്ടേഴ്സ് ഈ കാർഡിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഒരു കാർഡ് എടുക്കുക. അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ പേര് കാണും. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടും. ആദ്യം ചേച്ചി പാടണം. ഞാൻ സ്വിച്ച് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ചേട്ടൻ പാടണം. വേറെ വേറെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ. ആ മ്യൂസിക് ഡയറക്ടറിന്റെ വേറെ വേറെ പാട്ടുകൾ. ഓക്കെ? അപ്പൊ ആദ്യം ആരാണ് കാർഡ് എടുക്കാൻ പോകുന്നത്? ചേട്ടൻ എടുക്കും. ഞാൻ എടുത്താൽ ടീച്ചർ പാടണം അല്ലേ? അല്ല, ചേട്ടൻ പാടണം, പിന്നെ ടീച്ചർ പാടണം. ഇതെടുക്കട്ടെ? എടുത്തു. രവീന്ദ്രൻ മാഷ്, അതായത് ഇവരുടെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. അപ്പൊ രവീന്ദ്രൻ മാഷിന്റെ ഒരു പാട്ട് ചേട്ടൻ പാടി തുടങ്ങിക്കോളും. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ. നെക്സ്റ്റ്. താരകേ മിഴിതളിൽ കണ്ണീരുമായി താഴെ. നെക്സ്റ്റ്. പ്രമദവനം വീണ്ടും ഋതുരാഗം. സഗമഗമപമ പനി പനി സഗ മഗ സനി സനി പനി പമ പമ ഗമഗ സഗ. മിഠായി കിട്ടി. എത്ര കഴിക്കണത്? അത് മുഴുവൻ വേണേ കഴിക്കാതെ. ഇതാരടി ഇങ്ങനെ കൊണ്ടുവച്ചത്? ഒന്നല്ല ചേട്ടാ, എന്തായാലും ജീരക മിഠായില്ല, കുറച്ചധികം കഴിച്ചോളൂ. ഷുഗർ ഇല്ലല്ലോ? ഇല്ല, എന്നാ മൊത്തം കഴിച്ചു. പോക്കറ്റിലിടണം എന്തിനാ? നാരായണിക്ക് കൊടുക്കാനാണോ? ശരി, ഇനി നമുക്ക് 2 കാർഡുകളുണ്ട്. ഇതില് ഇനി ചേച്ചി എടുക്കട്ടെ അല്ലേ? ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകൾ. ചേച്ചി തുടങ്ങിക്കോളൂ. ഗോപികേ നിൻ വിരൽ തുമ്പുരുമ്മി വിതുമ്പി. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. നെക്സ്റ്റ്. നെല്ലിക്ക. നല്ല നെല്ലിക്ക. ഉപ്പിലിട്ടതാണോ? ഉപ്പിലിട്ടതല്ല, നല്ല പച്ച നെല്ലിക്ക. ഞാൻ വീട്ടിൽ നിന്ന് കയറി ഒന്നും കഴിക്കേണ്ടി വരില്ലല്ലോ. നെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ചേച്ചിക്ക് ഒരു നെല്ലിക്ക വേണോ? വേണ്ട. ഇനി ഒരു കാർഡേ ഉള്ളൂ. ആ കാർഡ് നമുക്ക് നോക്കാം ആരാണെന്ന്. ഓക്കെ? ഗോപി സുന്ദർ. എന്റെ അയ്യോ, ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. ചേച്ചി ആദ്യം കഴിക്കേണ്ടി വരും. അല്ല, നോക്കാം. ഒരു തുടക്കത്തിൽ ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് ആലോചിച്ച് പറഞ്ഞോളൂ. കൊറേ പാട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീ മുകിലോ മഴവിലാളിയോ തേൻമൊഴിയോ. ഞാൻ കഴിക്കേണ്ടി ഞാൻ തരാം. ചേട്ടൻ നാരായണി എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്. അത് ഓർമ്മയില്ലല്ലേ? അയ്യോ, മോള് പാടില്ല. രാത്തേൻ പറഞ്ഞൊരു പാട്ടുണ്ട് ഷൈലോക്കില്. അതെനിക്ക് വരുന്നില്ല, ട്യൂൺ ഓർമ്മയില്ല. പിന്നെ കണ്ണേ
കണ്ണേ കണ്ണേ നോക്കാതെ കണ്ടാരേ. സിരിച്ചൊരു ഇനി ചേച്ചി ഒരു പാട്ടും കൂടി ഒന്ന് ഓർത്തു നോക്കി. രക്ഷയില്ല. രക്ഷയില്ല, അപ്പൊ തോറ്റു. പുളി പുളി പുളിയാണ്. പുളി. ഞാൻ ചിക്കൻ ഫ്രൈ ആണ്. ഇനി ഇതൊക്കെ എന്തൊക്കെയാണ് നോക്കാം. എന്താ ഉപ്പാണ്. ഇത് കിട്ടിയിരുന്നെങ്കിൽ ഉപ്പ് ആർക്കും കിട്ടിയില്ല, പാവയ്ക്ക് ആർക്കും കിട്ടിയില്ല. ഇതായിരുന്നു ഞാൻ ചേട്ടനെ നോക്കി വെച്ചത്. പിന്നെ നമ്മുടെ വേപ്പില. കൈപ്പിനീര് കുടിപ്പിച്ചല്ലേ. പക്ഷെ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നല്ല സാധനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ഗെയിം? ആദ്യത്തെ ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. ചേട്ടൻ കണ്ണ് മൊത്തം ജീരക വിട്ടാക്കിലാണല്ലേ. പക്ഷെ താങ്ക് യു. ഈ ഗെയിമിൽ ജയിച്ചത് ആരാണെന്നറിയോ? ആരാ? ടീച്ചർ. അല്ലേ? ഞാൻ 2 പ്രാവശ്യം തോറ്റു. അതെ. അപ്പൊ നമുക്ക് ടീച്ചർക്ക് ഒരു സമ്മാനം കൊടുത്താലോ? തീർച്ചയായിട്ടും.